ഷാഫിയെ തിരഞ്ഞുപിടിച്ചുകൊണ്ടുള്ള പോലീസ് അതിക്രമമാണ് പേരാമ്പ്രയിൽ നടന്നതെന്നതിൽ തർക്കമില്ല. എന്നിട്ടും ആ പരിക്ക് നാടകീയമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ ഭാഗം ന്യായീകരിക്കാൻ പിണറായിയുടെ പോലീസ് പടയും ഏറെ ശ്രമിച്ചു. തങ്ങൾ ലാത്തി വീശിയിട്ടില്ലെന്നും കണ്ണീർ വാതകം മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ പോലീസ് ഷാഫിയുടെ മുഖം തല്ലി തകർക്കുന്നതിന്റെ രംഗങ്ങൾ പുറത്തു വന്നു. അതോടെ പിണറായിയോടും പിണറായി പോലീസിനോടുമുള്ള ജനങ്ങളുടെ ദേഷ്യം ഇരട്ടിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ പിണറായി പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് UDF കൺവീനർ അടൂർ പ്രകാശ്. നിങ്ങളുടെ പേരൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വരും. അന്ന് ഈ ഉദ്യോഗസ്ഥരെല്ലാം മറുപടി പറയേണ്ടി വരുമെന്നാണ് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത്. പ്രീതിപ്പെടുത്താൻ പോലീസ് ചെയ്യുന്ന നെറികെട്ട പ്രവർത്തനങ്ങളെയും അടൂർ പ്രകാശ് തുറന്നു കാണിക്കുന്നുണ്ട്. ആ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് പോകാം. ഷാഫി പറമ്പലിന്റെ നേരെ കാണിച്ചത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗമാണ്. ആ പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ വകവരുത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ ഒരു കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ചുകൊണ്ടാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ ലാത്തി ചാർജ് നടത്തി. ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് മൂക്കിൻ്റെ പാരം തകർന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുകയാണ്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, ഇനിയും വരാൻ പോകുന്ന 5-6 മാസക്കാലം മാത്രമാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തുടരാൻ പോകുന്നത്. ആ സർക്കാരിനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഇത്തരത്തിലുള്ള നെറികെട്ട പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇവരെല്ലാവരും തന്നെ ഇതിന് മറുപടി പറയേണ്ട അവസരം വരുന്ന 6 മാസക്കാലം കഴിയുമ്പോൾ, ഇവിടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, UDF അധികാരത്തിൽ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് ഞങ്ങൾ അവരുടെയൊക്കെ പേരുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ആ അവസരം വരുമ്പോൾ ഇവരൊക്കെ ഞങ്ങളെയൊക്കെ സമീപിക്കും. അത് സമീപിക്കുമെന്ന് പറഞ്ഞാൽ അന്നേരം ആവശ്യം വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ തയ്യാറെടുപ്പോടുകൂടി വരും. ഒരു കാര്യം ഞാൻ പറയുന്നു, നിശ്ചയമായും ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഈ നെറികെട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ അവസാനിപ്പിക്കുവാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം. യൂത്ത് കോൺഗ്രസ്സുകാരെ മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെയും തകർക്കുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ നടത്താൻ പോകുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളെയൊക്കെ തകർക്കുവാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു കാരണവശാലും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു നീതി അവർക്ക് ലഭ്യമാകില്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഷാഫി പറമ്പലിനോട് കാണിച്ചിട്ടുള്ള നെറികെട്ട പ്രവർത്തനങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ട് വരും. അദ്ദേഹം പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ വകവരുത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തിയതിനെതിരെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ പ്രിവിലേജ് നോട്ടീസ് തന്നെ നൽകിയിട്ടുണ്ട്. ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ശ്രദ്ധയോടുകൂടി നോക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും അതേപോലെ തന്നെ BJPയും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഇവിടെ പത്രങ്ങളിൽ വാർത്തകൾ വന്നപ്പോൾ, ആ വാർത്തകൾ വന്നതിൻ്റെ വരുന്നു എന്നറിഞ്ഞതിൻ്റെ തൊട്ട് തലേ ദിവസം നേരെ ഡൽഹിയിൽ പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണുകയുണ്ടായി. പ്രധാനമന്ത്രിയെ കാണുക മാത്രമല്ല, അതേപോലെ തന്നെ അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും അദ്ദേഹം പോയി കണ്ടു. ഇതിൻ്റെ പിന്നിൽ ചില രഹസ്യ അജണ്ടകൾ ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരും കാണണം. ആ രഹസ്യ അജണ്ടകൾ എന്ന് പറയുന്നത് മകനെ രക്ഷപ്പെടുത്തണം, മകളെ രക്ഷപ്പെടുത്തണം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഡൽഹിക്ക് പോയത്. അപ്പോൾ ഡൽഹിക്ക് പോയി എന്ന് പറയുമ്പോൾ BJPയുടെ ഭരണം അവിടെ നടക്കുന്നു എങ്കിലും ആ BJP ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ
അവിടെ നടത്തുന്ന കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു കാണിക്കും. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഇനിയും കടന്നുവരും. ഇത്തരം കാര്യങ്ങൾ ഓരോ ദിവസവും നടക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് പോകും എന്ന് ഇവിടെ ആരും കരുതേണ്ട എന്ന് മാത്രമാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ശക്തമായ നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ശ്രീ ഷാഫി പറമ്പലിനെ അപകടപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഷാഫി പറമ്പലിനെ വകവരുത്തുവാൻ വേണ്ടി ശ്രമം നടത്തിയ ഈ പാർട്ടിക്കെതിരെ ശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.